ഹായ് കുട്ടീസ്, ഒന്നാം ക്ലാസ് തഫീമുൽ ഖിറാഅയുടെ 14-ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സൂബദ്. നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകളിലായിട്ട് റായിനെ പഠിച്ചു അല്ലേ. റാവും ഈ സായും തമ്മിൽ എന്താ വ്യത്യാസം? സായുടെ മുകളിലൊരു പുള്ളിയുണ്ട്, ബാക്കി എഴുത്തൊക്കെ എന്താണ്, ഒരുപോലെയാണ്. അപ്പോൾ റാ എഴുതിയിട്ട് മുകളിലൊരു പുള്ളി കൊടുത്താൽ എന്തായി? സായ്. സിമ്പിളല്ലേ? നോക്കാം. സുബദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണാം, നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ചെറുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എന്താണ്? ബട്ടറാണ്. ഇനി ഉമ്മച്ചിൻ്റെ അടുത്ത് പറയാം, ഉമ്മച്ചി എനിക്ക് സുബദ് വേണം. ഉമ്മച്ചി ഇങ്ങനെ നോക്കും, എന്താ അപ്പോൾ സുബദ്? ബട്ടർ വേണമെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ അല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുബദ്, സജിറുൻ, ജുസുറുൻ, ജുസുറുൻ, തസിറു, ഹിസ്ബുൻ, ഹിസ്ബുൻ, സജിറുൻ, ജുസുറുൻ, തസിറു, ഹിസ്ബുൻ. ഹിർസൻ, ഹിർസൻ, ഖുബ്സുൻ, ഖുബ്സുൻ, റിജ്സിൻ, റിജ്സിൻ. ഹിർസൻ, ഖുബ്സുൻ, റിജ്സിൻ. സുൻ, ജുസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ സാഇനെ എഴുതിയിട്ട് പഠിക്കണം. അടുത്തത് നഖ്റ, നമുക്ക് വായിക്കാം. ഹിർസുൻ, ഹിർസുൻ, ജുസ്ഉൻ, ജുസ്ഉൻ, സുബുറുൻ, സുബുറുൻ, സബദുൻ, സബദുൻ. ഇനി അടുത്തത് വരുന്നത്, താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ നിന്നും നമ്മൾക്ക് എന്ത് ചെയ്യാം? സായിനെ തരംതിരിക്കാം, വേർതിരിക്കാം. നോക്കിയാലോ. ജസ്മുൻ, ജസ്മുൻ, ജസ്മുൻ എന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സെൻറ്റർ ഭാഗത്തായിട്ട് സാ വരുന്നുണ്ട് അല്ലേ. അതിന് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് റംസൻ, 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 അതിൽ ലാസ്റ്റിൽ ഒന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നുസുലുൻ, നുസുലുൻ എന്നതിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് സായിനെ കാണാം. പിന്നെയോ ഉൻസില, ഉൻസിലയിൽ 3ാമത്തതായിട്ട് സാ വരുന്നുണ്ട്. പിന്നെ സംസം, സംസം എന്നതിൽ 2 സായുണ്ട് അല്ലേ. ഇനി നക്തുബു, നമുക്ക് ബോക്സിലുള്ള അക്ഷരത്തിന് അല്ല വാക്കുകളെ താഴെ എന്ത് ചെയ്യാം? താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രൂപത്തിൽ എഴുതി കൊടുക്കാം. ഖുബ്സുൻ, ഖുബ്സുൻ, ഹിസ്ബുൻ, ഹിസ്ബുൻ, തസിദ്, തസിദ്, റിജ്സൻ, റിജ്സൻ. ഇതിൽ കാണുന്ന പോലെ സായിനൊന്നും റൗണ്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇവിടെ നമുക്ക് ഈ വാക്കുകളെ ഇവിടെ എഴുതാനേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വൃത്തിയിൽ ഓരോ വാക്കുകളും വായിച്ച് വായിച്ച് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്? നഖ്റഉ മിനൽ ഖുർആൻ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ നിന്നുള്ള സാ വരുന്ന 3 വാക്കിനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. സുബുറൻ, സുബുറൻ, തസ്ദരി, തസ്ദരി, ലാസ്റ്റ് റിജ്സൻ, റിജ്സൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റാ പഠിച്ച നമ്മൾക്ക് സായിനെ പഠിക്കാൻ സിമ്പിളാണ്. ഒരു പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.